പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. സ്നേഹമുള്ളവരെ, ഒരിക്കൽ കൂടെ ദിവ്യകാരുണ്യ സന്നിധിയിൽ പ്രാർത്ഥിക്കാനായിട്ട് നമ്മൾ ഒരുമിച്ച് കൂട്ടിയ നല്ല ദൈവത്തിന് നമുക്ക് നന്ദി പറയാം. വിശുദ്ധ അഗസ്തീനോസ് പരിശുദ്ധ കുർബാനയെക്കുറിച്ച് പറയുന്നത് യൂക്കറിസ്റ്റ് ഈസ് ദ മാക്സിമം ഓഫ് ഗോഡ്സ് ലവ് എന്നാണ്. പരിശുദ്ധ കുർബാനയാണ് ദൈവസ്നേഹത്തിൻ്റെ മാക്സിമം. ഈ പരിശുദ്ധ കുർബാനയിലൂടെ ഈശോ അവൻ്റെ സ്നേഹത്തിൻ്റെ മാക്സിമം നമുക്ക് നൽകിക്കൊണ്ടിരിക്കുന്നു. ഈശോയെ തിരിച്ച് സ്നേഹിക്കാൻ, ഈശോ പൂർണ്ണമായിട്ട് നമ്മളെ സ്നേഹിക്കുന്നത് പോലെ പൂർണ്ണമായിട്ടും തമ്പുരാനെ സ്നേഹിക്കാൻ, നമ്മുടെ പ്രിയപ്പെട്ടവരെ സ്നേഹിക്കാൻ ദിവ്യകാരുണ്യ ആരാധനയിലൂടെ നമുക്ക് ഈശോയോട് ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കാം. ഏറ്റവും സ്നേഹമുള്ളവരെ, നമ്മളിന്ന് വായിച്ചു കേൾക്കുന്ന സുവിശേഷ ഭാഗം വിശുദ്ധ യോഹന്നാൻ്റെ സുവിശേഷം 21 അധ്യായം 1 മുതൽ 19 വരെയുള്ള തിരുവചനങ്ങളാണ്. ഈശോ തൻ്റെ പ്രിയപ്പെട്ട ശിഷ്യന്മാർക്ക് പ്രത്യക്ഷപ്പെടുന്നതാണ്. ഉദ്ധാനത്തിന് ശേഷം തൻ്റെ പ്രിയപ്പെട്ട ശിഷ്യന്മാർക്ക് ഈശോ പ്രത്യക്ഷപ്പെടുന്നു. ഈ പ്രത്യക്ഷപ്പെടലിൻ്റെ പ്രത്യേകത എന്ന് വെച്ചാൽ അകന്നുപോയവരെ ഒരുമിച്ച് കൂട്ടുക എന്നുള്ളൊരു ദൗത്യമാണ് ഈശോ മുന്നോട്ട് വയ്ക്കുക. പത്രോസ് നോക്കുമ്പോൾ തമ്പുരാനെ കാണാനില്ല. കുറച്ചു നേരത്തേക്ക് തമ്പുരാൻ അവരുടെ കൺമുന്നിൽ നിന്ന് മറഞ്ഞപ്പോൾ പത്രോസിൻ്റെ പ്രത്യാശയൊക്കെ നഷ്ടപ്പെട്ടു പോയി. അവൻ പ്രിയപ്പെട്ട തൻ്റെ കൂട്ടുകാരായ ശിഷ്യന്മാരോട് പറയുന്നത്, ഞാൻ മീൻ പിടിക്കാൻ പോകുന്നു എന്നാണ്. കൂടെയുള്ള ഒരാൾ കർത്താവിനെ ഉപേക്ഷിച്ച് പോകുമ്പോൾ അവൻ്റെ പിന്നാലെ പോകുന്ന കൂട്ടുകാരായിട്ടുള്ള മറ്റു ശിഷ്യന്മാർ അവർ പറയുന്നത്, ഞങ്ങളും വരുന്നു എന്നാണ്. അങ്ങനെ അവർ ഒരുമിച്ച് മീൻ പിടിക്കാൻ പോയി. പഴയ ജീവിതത്തിലേക്ക് മടങ്ങിപ്പോകുന്നു. വിശുദ്ധി ഉപേക്ഷിച്ച്, വിശ്വാസം ഉപേക്ഷിച്ച്, ജീവിതത്തിലൊരു പ്രതിസന്ധി വന്നപ്പോൾ കർത്താവിനെ ഉപേക്ഷിച്ച് പോകുന്ന ശിഷ്യനും അവൻ്റെ കൂട്ടുകാരും. അങ്ങനെ അവർ കടലിൽ വല വീശിക്കൊണ്ടിരിക്കുന്ന സമയത്ത് ഒന്നും കിട്ടുന്നില്ല. കാരണം ഈശോ ഇല്ലാതുള്ള അധ്വാനങ്ങൾ ഒന്നും സമ്മാനമായിട്ട് നൽകുന്നില്ല. അധ്വാനിച്ചു കൊണ്ടിരിക്കാം, പക്ഷേ ജീവിതത്തിൽ അവസാനം ഒന്നും ബാക്കിയുണ്ടാവില്ല എന്നുള്ളൊരു സത്യമാണ് ഈ വചനഭാഗം നമ്മളോട് പറയുക. ആ സമയത്താണ് ഈശോ വരുന്നതും നിങ്ങൾക്ക് വല്ലതും കിട്ടിയോ എന്ന് ചോദിക്കുന്നതും. ഇല്ല എന്ന് പത്രോസ് പറയുന്നു. ഈശോ പറയുന്നത്, ഈ സ്ഥലത്ത് വഞ്ചിയുടെ വലത്തുവശത്ത് വലയിടാൻ പറയുന്നു. അവിടെ വലയിട്ടു, ഒരുപാട് മീൻ കിട്ടി. നമുക്കറിയാവുന്നൊരു സുവിശേഷ ഭാഗമാണ്. ഈ മീൻ കിട്ടിക്കഴിഞ്ഞപ്പോഴാണ് പത്രോസിന് മനസ്സിലായത് ഇത് കർത്താവാണെന്ന് മനസ്സിലാക്കിയ ഉടനെ പത്രോസ് ചെയ്യുന്ന ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, അവൻ പുറങ്കുപ്പായം എടുത്ത് ധരിച്ചുകൊണ്ട്, അവൻ നഗ്നനായിരുന്നതുകൊണ്ട് പുറങ്കുപ്പായം എടുത്ത് ധരിച്ചുകൊണ്ട് കടലിലേക്ക് ചാടി കർത്താവിൻ്റെ അടുത്തേക്ക് ഓടി വന്നു എന്നുള്ളതാണ്. പ്രിയപ്പെട്ടവർ ഓർക്കുക, പത്രോസിൻ്റെ വാക്ക് കേട്ടിട്ടാണ് ഈ ശിഷ്യന്മാർ അവൻ്റെ കൂടെ പോയത്. അപ്പോൾ പത്രോസ് നഗ്നനായിരുന്നു. വഞ്ചിയിൽ മീൻ പിടിക്കുമ്പോൾ അർദ്ധനഗ്നരായിട്ടാണ് മീൻ പിടിക്കുക. അപ്പോൾ ഒന്ന് ഓർക്കുക, പത്രോസ് മാത്രമല്ല അവൻ്റെ കൂടെയുള്ള ശിഷ്യന്മാരും അർദ്ധനഗ്നരാണ്. അവർ വഞ്ചിയിൽ നിൽക്കുമ്പോൾ പത്രോസ് മാത്രം ഒരു പുറങ്കുപ്പായം എടുത്ത് ധരിച്ചുകൊണ്ട് കടലിലേക്ക് ചാടി കർത്താവിൻ്റെ അടുത്തേക്ക് പെട്ടെന്ന് വരിക. പത്രോസാണ് വിളിച്ചുകൊണ്ടുപോയവരെ, അകത്തിക്കൊണ്ടുപോയവരെ ചേർത്ത് നിർത്താനുള്ള ഉത്തരവാദിത്വം കൂടി പത്രോസിനുണ്ടായിരുന്നു. പക്ഷെ പത്രോസ് മറന്നു പോവുക. ഇപ്പോൾ പത്രോസ് കർത്താവിൻ്റെ അടുത്തും മറ്റു ശിഷ്യന്മാരൊക്കെ നഗ്നരായിട്ട് കടലിൽ വഞ്ചിയിലുക. നമ്മുടെ ജീവിതത്തിലും ഇതുപോലെയാണ്. സങ്കടങ്ങൾ വരുമ്പോൾ, ദുഃഖങ്ങൾ വരുമ്പോൾ, നിരാശപ്പെട്ട് ജീവിക്കുമ്പോൾ നമ്മൾ അസ്ഥാനത്ത് പോയിട്ട് നമ്മുടെ പ്രതീക്ഷകളും നമ്മുടെ സ്വപ്നങ്ങളും ദുഃഖങ്ങളും ഒക്കെ പങ്കുവയ്ക്കുമ്പോൾ അവരൊരു പക്ഷേ നമ്മളെ തമ്പുരാനിൽ നിന്നും ഇങ്ങനെ അകറ്റിക്കൊണ്ടുപോകും. അവസാനം ഒറ്റപ്പെട്ട് ഒരു തുരുത്തിൽ ഒറ്റയ്ക്കായി കഴിയുമ്പോൾ അവർ മാത്രം തിരിച്ചു പോകും. നമുക്കൊരു തിരിച്ചുപോക്ക് സാധ്യമല്ലാത്ത വിധം നമ്മൾ ഒറ്റപ്പെട്ടു പോകും എന്ന് മനസ്സിലാക്കി തരുകയാണ് ഈ സുവിശേഷ ഭാഗം. അവർ ഒരുപാട് മീനുമായിട്ട് കരയ്ക്ക് കയറിയപ്പോൾ കർത്താവ് അവർക്ക് വേണ്ടി ഒരുക്കി വെച്ചിരിക്കുന്ന പ്രാതൽ കണ്ടു. ഈശോ അവരോട് പറയാണ്, വന്ന് പ്രാതൽ കഴിക്കുവേൻ. ഒന്നിനെക്കുറിച്ചും കുറ്റപ്പെടുത്തുന്നില്ല തമ്പുരാൻ. എന്നിൽ നിന്ന് അകന്നുപോയത്, എന്നിൽ നിന്ന് അകറ്റിക്കൊണ്ടുപോയത് ഒന്നും കർത്താവിനൊരു വിഷയമല്ല. അവൻ്റെ വിഷയം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇനി നിങ്ങൾക്ക് വിശക്കരുത്, അതുകൊണ്ട് വന്ന് പ്രാതൽ കഴിക്കുമെന്ന്. പ്രിയപ്പെട്ടവരെ, കഴിഞ്ഞു പോയതൊക്കെ മറക്കാം നമുക്ക്.
ഇനി കർത്താവ് ഒരുക്കി വയ്ക്കുന്ന ഈ പ്രാതലായ ഈ ദിവ്യകാരുണ്യം നമുക്ക് മുന്നോട്ടുള്ള യാത്രയിൽ ശക്തി നൽകുന്ന ദിവ്യകാരുണ്യമാകുന്ന ഈശോയുടെ തിരുശരീരം ഉൾക്കൊണ്ട് വിശുദ്ധിയിൽ ജീവിക്കാനായിട്ട് നമുക്ക് പരിശ്രമിക്കാം. അതിനുശേഷം ഈശോ തൻ്റെ പ്രിയപ്പെട്ട ശിഷ്യനായ പത്രോസിനോട് ചോദിക്കുന്നത്, നീ എന്നെ സ്നേഹിക്കുന്നു എന്നാണ്. പത്രോസ് 3 പ്രാവശ്യം പറയുന്നുണ്ട്, ഞാൻ നിന്നെ സ്നേഹിക്കുന്നു. കർത്താവ് പറയുന്നു, എൻ്റെ കുഞ്ഞാടുകളെ മേയ്ക്കുക. അതായത് ഇനി അകറ്റിക്കൊണ്ടുപോകരുത്, എന്നിൽ നിലനിർത്തി അവരെ സ്നേഹിക്കുക, അവരെ സംരക്ഷിക്കുക. ഏറ്റവും സ്നേഹമുള്ളവരെ, ഈ ഒരു രാത്രി ഏറ്റവും വിശുദ്ധമായി കാക്കാനായിട്ട് നമുക്ക് പരിശ്രമിക്കാം. ആരെയും തമ്പുരാനിൽ നിന്ന് അകറ്റിക്കൊണ്ടുപോകാതെ അകന്നുപോയവരൊക്കെ തമ്പുരാനിലേക്ക് തിരിച്ചു കൊണ്ടുവരാൻ ഈ ഒരു സുവിശേഷ വിചിന്തനം നമ്മളെ സഹായിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഈശോയെ നമുക്ക് ആരാധിക്കാം. കാരുണ്യവാനായ ദൈവമേ, ഈ ഒരു നല്ല ദിവസത്തെ പ്രതി ഞങ്ങൾ അങ്ങേക്ക് നന്ദി പറയുന്നു. ഈശോയെ, ഇന്നത്തെ എൻ്റെ ജീവിതം കൊണ്ട് ആർക്കെങ്കിലുമൊക്കെ വിശ്വാസത്തിൽ ഇടർച്ച വരുത്തിയിട്ടുണ്ടെങ്കിൽ ഈശോയെ മാപ്പ് ചോദിക്കുന്നു. എൻ്റെ വാക്കുകൊണ്ടോ എൻ്റെ നോട്ടം കൊണ്ടോ എൻ്റെ ഒരു പ്രവൃത്തി കൊണ്ടോ ആർക്കെങ്കിലും വിശ്വാസത്തിൽ ഇടർച്ച വരുത്തിയിട്ടുണ്ടെങ്കിൽ, ആർക്കെങ്കിലും നിന്നോടുള്ള സ്നേഹം ഒരിത്തിരി എൻ്റെ ജീവിതം കൊണ്ട് കുറഞ്ഞു പോയിട്ടുണ്ടെങ്കിൽ തമ്പുരാനെ മാപ്പ് ചോദിക്കുന്നു. എൻ്റെ ജീവിതം കൊണ്ട് നിൻ്റെ സ്നേഹത്തിന് സാക്ഷിയായി ജീവിക്കുവാൻ എന്നെ അനുഗ്രഹിക്കണമേ കർത്താവേ. എൻ്റെ പ്രിയപ്പെട്ടവരൊക്കെ ഞാൻ ആർക്കൊക്കെ വേണ്ടി പ്രാർത്ഥിക്കുന്നുവോ ഈ നിമിഷം, അവരൊക്കെ ഈശോയെ നിൻ്റെ ദിവ്യകാരുണ്യത്തിൽ പൊതിഞ്ഞു പിടിക്കണം. ഈശോയെ, വളരെ പ്രത്യേകമായി വിശ്വാസത്തിൽ നിന്നും അകന്നു പോയിക്കൊണ്ടിരിക്കുന്ന ഞങ്ങളുടെ പ്രിയപ്പെട്ടവരെ, അങ്ങനെ ആരെങ്കിലും ഉണ്ടെങ്കിൽ ഈ നിമിഷം നമുക്ക് അവരെ മനസ്സിലോട്ട് പ്രാർത്ഥിക്കാം. അവർ ഈശോയുടെ ദിവ്യകാരുണ്യ സ്നേഹത്തിലേക്കും വിശ്വാസത്തിലും വളരട്ടെ. നമുക്ക് ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിച്ചുകൊണ്ട് ഈശോയുടെ ദിവ്യകാരുണ്യ ആശീർവാദം സ്വീകരിക്കാം. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യമേ, അനന്ത സ്നേഹമേ, ആഴി തന്നഗാധത്തേക്കാൾ അനന്തമാം കാരുണ്യമേ, ആഴി തന്നഗാധത്തേക്കാൾ. കുരിശടയാളത്താൽ നമുക്ക് നമ്മെ തന്നെ വിശുദ്ധീകരിക്കാം. വിശുദ്ധ കുരിശിൻ്റെ അടയാളത്താലെ ഞങ്ങളുടെ ശത്രുക്കളിൽ നിന്ന് ഞങ്ങളെ രക്ഷിക്കുക ഞങ്ങളുടെ തമ്പുരാനെ. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ. ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ, ഇപ്പോഴും എപ്പോഴും സ്തുതിയായിരിക്കട്ടെ. കരുണതൻ കയർ പിടിച്ച് നയിച്ചിടും സ്നേഹമേ, ദിവ്യകാരുണ്യ സ്നേഹമേ, പരിശുദ്ധ സ്നേഹമേ, പരിശുദ്ധ പരമ ദിവ്യകാരുണ്യമേ, അനന്ത സ്നേഹമേ, പരിശുദ്ധ പരമ ദിവ്യകാരുണ്യമേ, അനന്ത സ്നേഹമേ.